ശിവാനി ആർഎസ്. ഞാൻ അമൃതവേദി വിദ്യാഭവനിലെ 6C വിദ്യാർത്ഥിയാണ്. മഹാകവി ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയെ എൻ്റെ ഒരു മൊണാക്കിലൂടെയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മുത്തശ്ശി, ഒരു കഥ പറഞ്ഞു തരാം, കേട്ടില്ലേ? തുടികൊട്ടും ചില മുച്ചൊക്കെ കരിമ്പൂന്ന് ഉണ്ണിയെ കാണാൻ വരണ ഒച്ചയാണ് കേൾക്കണത്. അങ്ങാറ്റിൻ പക്കത്തെ മാലിക വീട്ടിലെ നങ്ങേലിക്ക് ആറ്റുനോറ്റുണ്ടായ കുഞ്ഞാ ഉണ്ണി. ഉണ്ണി, ഉണ്ണി, എവിടെയാണ് നീ? ഭക്ഷണം കഴിക്കാതിരിക്കാൻ മടിച്ച് ഒളിച്ചിരിക്കുകയാണോ നീ? ഇവിടെ വാടാ ഉണ്ണിക്കുട്ട. ഉണ്ണിയെ, ഇതാ ഭക്ഷണം കഴിക്കൂ, പള്ളിക്കൂടത്തിൽ പോകാൻ നേരായി. ഉണ്ണിക്ക് വിശക്കണില്ല അമ്മേ, കഴിക്കുണ്ണി. ഉണ്ണിയെ, ഇതാ എഴുത്താണി മോനെ, ഗുരുനാഥൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് കേൾക്കണം. ഉണ്ണി, വഴിയിൽ എങ്ങും തങ്ങിയിരിക്കരുത്, പള്ളിക്കൂടം വിട്ടാൽ വേഗം തിരിച്ചു വരണം. എന്റെ മച്ചനെ തന്നെ, എന്റെ ഉണ്ണിയെ കാത്തോളണേ. അങ്ങ് കുന്നിൻ ചെരുവിലെ പാറക്കെട്ടിന്റെ അടിയിലാണ് ഭൂതം പാർക്കണത്. രാത്രി വരണ ബാല്യന്മാരുടെ ചോരൂറ്റി കുടിച്ചാണ് ഭൂതം കഴിയുന്നത്. ദൂരെ നിന്ന ഭൂതം ഉണ്ണി വരുന്നത് കണ്ടു. ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഒന്ന് ലാളിക്കാമായിരുന്നു. ഉണ്ണി പേടിക്കാതിരിക്കാൻ ഒരു സുന്ദരിയായ പെണ്ണിന്റെ രൂപമെടുത്ത് അവിടെ ചെന്ന് നിൽക്കാം. ഉണ്ണി, തേൻകരളെ, ആ എഴുത്തണിയും മോനെയും ദൂരെ കളിച്ച് എന്റെ അടുത്തേക്ക് വരൂ. അയ്യോ, ഞാനില്ല. എഴുത്തണിയും മോനെയും ദൂരെ കളഞ്ഞാൽ കുറുനാടൻ വഴക്ക് പറയും. ഞാൻ പറയുന്നത് കേൾക്കുന്നേ. ആ എഴുത്തണിയും മോനെയും ദൂരെ കളിച്ച് എന്റെ അടുത്തേക്ക് വരൂ. നമുക്ക് ഈ മുല്ലപ്പൂ കൊണ്ട് എഴുതി പഠിക്കാം. എന്ത് രസായിരിക്കും. ഭൂതത്തിന്റെ പ്രലോഭനത്തിൽപ്പെട്ട ഉണ്ണി എഴുത്താണിയും മോനെ ദൂരെ കളഞ്ഞു. എഴുത്താണി ഇരുമ്പല്ലേ, ഭൂതം ഉണ്ണിയെ എടുത്ത് ദൂരെ പോയി. പാവം നങ്ങേലി സന്ധ്യയായിട്ടും ഉണ്ണിയെ കളഞ്ഞിട്ട് അവള് കരഞ്ഞു തുടങ്ങി. ആറ്റിൻ വക്കത്തും കുന്നിൻ ചെരുവിലെല്ലാം അവള് നോക്കി. ഉണ്ണി, ഉണ്ണി, എവിടെയാ നീ? അവിടെ പൊന്നുണ്ണി. എന്റെ ദൈവമേ, എന്റെ ഉണ്ണിക്ക് എന്താ പറ്റിയേ? ദൂരെ നിന്ന് മുല്ലപ്പൂ കൊണ്ട് കെട്ടിക്കളിക്കണ ഭൂതം നങ്ങേലിയുടെ കരച്ചില് കേട്ടു. അത് നങ്ങേലിയോട് പേടിപ്പിച്ചോടിക്കാൻ നോക്കി. ഭൂതം താറ്റായി വന്നപ്പോ നങ്ങേലി കുറ്റിക്കണക്കിന് നിന്നു. കാട്ടുതീയായി ഭൂതം ചെന്നപ്പോ നങ്ങേലി കണ്ണുനീര് കൊണ്ട് അതിനെല്ലാം കെടുത്തി. നരിയാൽ പുലിയാൽ എല്ലാം ഭൂതം ചെന്നു. പക്ഷെ നങ്ങേലി പേടിക്കാതെ നിന്നു. ഭൂതം മറ്റൊരിടമെടുത്തു. ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ പൊന്നു മണിമെല്ലാം കിഴി കെട്ടിത്തരാം. ഈ പൊന്നുണ്ണിയെ എനിക്ക് തരൂ. വേണ്ട, എനിക്കൊരു പൊന്നും വേണ്ട, മണിയും വേണ്ട, എനിക്കൊരു കുഞ്ഞിനെ മാത്രം മതി. ഇതാ എന്റെ കണ്ണുകൾ, ഇതിലേക്കല്ല എനിക്കൊരു കുഞ്ഞിനെ. ഭൂതത്തിന്റെ തഞ്ചം കേൾക്കണോ? എനിക്ക് കണ്ണില്ലാതായില്ലേ? ഭൂതം ഒരു തിച്ചി കൊമ്പടിച്ച് മറ്റൊരുണ്ണി ഉണ്ടാക്കി കൊടുത്തു. ഉണ്ണി, ഉണ്ണി, എന്തൊക്കെയായാലും ഭൂതം പാവായിരുന്നു. അവനുണ്ണി ഒന്നും ചെയ്തില്ലല്ലോ. നേരി പറഞ്ഞതുപോലെ കരിമ്പൂതം നീ കാണാൻ വരണ ഒച്ചയാണ് കേൾക്കുന്നത്. കരിമ്പൂതങ്ങളെ കൊണ്ട് നൽകിയിരിക്കുകയാണ് ഈ സമൂഹം. അതിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ അമ്മമാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. നന്ദി, നമസ്കാരം.